ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മളിന്ന് നാട്ടിലെത്തിയേക്കുവാണ്. 2-3 ദിവസം ഇനിയിപ്പോൾ നാട്ടിലായിരിക്കും. അപ്പോൾ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റൊക്കെ ലേറ്റായിട്ടോ. ഇന്നലെ രാത്രിയിൽ കിടന്നതും പാച്ചു വഴക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എഴുന്നേറ്റതൊക്കെ വൈകിട്ടാണ്. കൊക്കോമെലൻ എന്താ പാച്ചത്? പാച്ചുന് പ്ലീസ് ഗുഡ് മോർണിംഗ് തന്നെ. ഉമ്മ വരാവോ? സ്മൈൽ പ്ലീസ്. ഞങ്ങൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് പാച്ച് കുറച്ച് നേരം ഇന്ന് കാർട്ടൂൺ കാണാൻ. ഞങ്ങൾക്ക് കുളിക്കണം. ഒരു 9:30 ആയിട്ടുണ്ട്. ഞങ്ങൾ കുളിക്കാൻ പോവുക. ഇന്ന് നേരത്തെ എഴുന്നേറ്റു. അതുകൊണ്ട് ഞങ്ങൾ കുളിക്കാൻ കുറച്ച് ക്ലൈമറ്റ് മാറിയതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് തുളസിയിലൊക്കെ പറിക്കാൻ നിർത്തിറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോൾ പശു കരയുന്ന കേൾക്കുമ്പോൾ അവന് പേടിയാണ്. നമ്മുടെ മേത്തേക്ക് കയറും. കുറച്ച് തുളസിയിലൊക്കെ പറിക്കാം. തുളസിയാണ്. അതിൽ തന്നെ കുറച്ച് തുളസിയുടെ ഒപ്പം തന്നെ തക്കാളി നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ അല്ല, ബാക്ക് സൈഡിലൊക്കെ തക്കാളി നിൽപ്പുണ്ട്. ഈ പശുവിനെ കണ്ടിട്ടാണ് അവൻ കരയുന്നത്. പഴുത്തിട്ടില്ല ഒന്നും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. തുളസി ഇല പറിച്ചാലോ? തുളസിയിലിട്ട് കുളിച്ചാലോ പാച്ചു? പശുവിനെ പേടിയാണോ? എന്തിയ പശു? പശു എന്താ ഇങ്ങനെ ഇടയ്ക്കൂടെ നോക്കുന്ന? പശുവിനെ എന്ത് ഇവിടെ നോക്കിയതില്ലേ? നോക്ക്. പശു എന്ത്? പശു എങ്ങനെ കരയുന്നേ? മോന്നാണോ? എങ്ങനെയാ പശു കരയുന്നേ? ഈ തുളസിയില നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് പാച്ചിനെ കുളിപ്പിക്കാം. ഇവിടെ നല്ല കാറ്റാട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാ. കണ്ടോ? കാറ്റ് കാരണം അടിച്ചു വാരിയ മുറ്റത്ത് പോലും നല്ല ഇലയാണ്. ജാതി ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഇല വീഴും. അച്ഛൻ്റെ മാമൻ വരുന്നുണ്ട്. അതെന്താ? അത് അച്ഛൻ്റെ മാമനാ വരുന്നത്. ആരാതാ? മാമാന്ന് വിളിച്ചേ, മാമാന്ന് വിളിച്ചേ. അച്ഛൻ്റെ മാമൻ എന്തേ? ദേ അമ്മാമ്മ പുല്ലി എത്തുന്നു. കണ്ടോ? അമ്മാമ്മ പുല്ലി എത്തുക. ദേ വരുന്ന ഹായ്. താങ്ക് യു. ഇങ്ങോടി. നീ മുഖമെങ്കിലും കണ്ട നീ വരാൻ. മിമി പക്ഷെ മാമ കുത്തുന്നു. ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇന്ദിരാമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ വന്നിട്ട് പോകുന്നുണ്ടത്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും എല്ലാം എപ്പോഴും തന്നെ നല്ല കാറ്റുണ്ട്. ജാതിയിലുള്ള കായെല്ലാം പച്ചയ്ക്ക് കാറ്റുകൊണ്ട് താഴെ വീണ് പോവാണ് കേട്ടോ. ഇപ്പം അതുപോലെ എല്ലാം തന്നെ നല്ലപോലെ ഡ്രൈ ആയിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇരിക്കുന്നത്. ഏലമൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടിപ്പം വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഗ്രീൻ നെറ്റൊക്കെ വലിച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിലും വെയിൽ കൂടുന്തോറും വെള്ളം കുറയുന്നതുകൊണ്ട് അതും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ. പിന്നെ പാച്ചു കുറച്ച് നേരം അമ്മാമ്മയുടെ കൂടെ കളിക്കും. അതിൽ പാച്ചുവിന് സ്വർഗം കിട്ടിയല്ലോ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. മുറ്റത്തോടെ ഓടി നടക്കാനും പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോകാനും, തൊട്ടടുത്തെല്ലാം കസിൻസാണുള്ളത്. അപ്പം അടുത്തൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വെയിലൊക്കെ മാറിക്കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ വെല്ലിച്ചിൻ്റെ പറമ്പിലും മേളിൽ നമ്മുടെ പറമ്പിലൊക്കെ കയറിപ്പോയി. ഇപ്പോൾ വെല്ലിച്ചൻ പാവലിട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് പാവയ്ക്ക് പറിക്കാനും പയർ പറിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി കയറിപ്പോയതാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിൽ കാരണം എല്ലാം കരിഞ്ഞുണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പാവലിൻ്റെ അവിടെ വരെ ഞങ്ങൾ പോയുള്ളൂ. മുകളിലോട്ട് കയറിപ്പോയില്ല. ഇവരെയും കൊണ്ട് കയറിപ്പോക്ക് പാടായിരുന്നു. അപ്പോൾ അമ്മയും വലിയ ഇന്ദിരാമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി മുകളിൽ പോയി പയറൊക്കെ പറിച്ചു വന്നു. ഇത് പച്ചവിടുന്ന് പാവയ്ക്കൊക്കെ പറിച്ച് കുറച്ച് നേരം അതിൻ്റെ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത് പാവയ്ക്കാണോ? എന്നാത്? എന്നാത്? ടിക് ടിക്. 2 പാവയ്ക്ക. എത്ര പാവയ്ക്ക?
2 എത്ര ഉണ്ട് 1 2 എത്ര ഉണ്ട് 1 2 പറഞ്ഞേ ചിരിച്ചേ 1. കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു കേട്ടോ. ഇവൻ അതിൽ ഇറങ്ങി നടക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു. അവിടുന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞിപ്പം താഴത്തെ പ്ലാവിൽ മേളിൽ കയറി പോയ ടൈമിൽ തന്നെ അവർ കണ്ടത് ഒരു ചക്ക വീണ്ടും പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞ് പതിയെ ഇറങ്ങി പോകുന്നു കേട്ടോ. നന്നായിട്ട് കൊക്കോട് ഇലയെല്ലാം കൂടി വീണിട്ട് ഉണങ്ങിയ ഇലയെല്ലാം കൂടി വീണിട്ട് തെന്നി ചെറുതായിട്ടൊരു തെന്നുന്നത്. പിന്നെ കുറച്ച് നാളായാലും കയറി ഇറങ്ങി നടന്നിട്ട് അതുകൊണ്ട് ഞാൻ പതിയെ അവൻ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി പതിയെ ഇറങ്ങി പോകുന്നത് കേട്ടോ. നേരത്തെ ഒറ്റയടിക്ക് താഴത്തേക്ക് ഒരൊറ്റ ഓട്ടം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത്രയും പറ്റില്ല കേട്ടോ. ഓടി നടക്കാനൊന്നും ശീലം മാറിയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. തെന്നി വീഴും. 1-2 സ്ലിപ്പായി. പിന്നെ ഞാൻ പതിയെ ഇറങ്ങി പോകുന്നത്. ചെരുപ്പൊക്കെ ഒരു കൈ പിടിച്ചോണ്ട് വന്നത് അവൻ കയ്യിലുണ്ടല്ലോ. അവനില്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ ഇറങ്ങിപ്പോരാം. പിന്നെ തറവാടിൻ്റെ മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ബമ്പിളി നാരങ്ങ കിട്ടി. അപ്പോൾ അതൊക്കെ എടുത്ത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ പാച്ചുവിന് അത് വേണം. അവൻ്റെ കയ്യിലിരുന്ന പാവയ്ക്കൊക്കെ എൻ്റെ തന്നിട്ട് അത് വാങ്ങി പിടിച്ചു. കൈ പിടിച്ചിട്ട് പിന്നെ അത് നിലത്തേക്ക് അങ്ങനെ എടുത്ത് പിടിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് പോകും എടുക്കും. ഞാൻ തന്നെ ചതഞ്ഞ് മുഴുവൻ കോളായി പോയിട്ടുണ്ടായിരുന്നു. ഒത്തിരി നാളായിരുന്നു ബമ്പിളി നാരങ്ങ കഴിച്ചിട്ട്. അപ്പം കിട്ടിയപ്പോൾ പിന്നെ ഞാൻ എടുത്തു. ഇതാണ് നമ്മുടെ തറവാട് വീട്. അതിൻ്റെ മുറ്റത്തൊക്കെ ഏലം നട്ടിട്ടുണ്ട്. അത് മുഴുവൻ നശിച്ചു പോയി തുടങ്ങി കേട്ടോ. ആ ജനലും കട്ടയൊക്കെ ആണെങ്കിലും ഓരോ സൈഡിൽ പോയി മുഴുവൻ നനയുകയും ഒക്കെ ചെയ്യും. പകുതി ഓടും പകുതി വാർക്കയും അങ്ങനെയാണ് കേട്ടത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു. അതിൻ്റെ വഴിയിൽ വരുത വഴിക്കാവും പിടിക്കണമെന്ന് പറഞ്ഞ് മേടിച്ച് ബമ്പിളിറങ്ങി പിടിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് താഴെ പോകുമായിരുന്നു. പിന്നെ ഇത് പാച്ചു ഇതിട്ട് കഴിക്കാത്തതുകൊണ്ട് അവനും കൂടി കൊടുക്കാമെന്ന് ഓർത്താൽ ഞാൻ കൊക്കോപ്പഴം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവന് കൊടുത്തു. അവൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതുപോലെ ഇതും ഒന്ന് കൊടുത്ത് നോക്കി. അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ പുളിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ ബമ്പിളിനാരങ്ങ വൈറ്റാണ്. വേറെ കളേഴ്സൊക്കെ ഉണ്ട്. നമുക്കതില്ല, പക്ഷെ എനിക്കത് ഇഷ്ടമുണ്ട്. ഇതും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പാച്ചുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ ഇറങ്ങി വന്നപ്പം തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി ചക്കയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേവിച്ച് ഞങ്ങൾ വൈകിട്ട് എല്ലാവരോടും ഇരുന്ന് കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാട്ടിൽ ചെന്നിട്ടുള്ള കുറച്ച് കുട്ടി വിശേഷങ്ങളാണ്. നാട്ടിലെ മറ്റു വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിനെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്.